IPL താരലേലം വാശിയേറിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ദിനത്തിൽ പൈസ കിലുക്കം കൊണ്ടല്ല ഫ്രാഞ്ചൈസികൾ ഞെട്ടിച്ചിരിക്കുന്നത്. പല മിന്നും പ്രകടനം നയിച്ച താരങ്ങളെ എടുക്കാതെയാണ് 10 ഫ്രാഞ്ചൈസികളും രണ്ടാം ദിനത്തിൽ ക്രിക്കറ്റ് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. പ്രധാനമായും ആദ്യം ലോട്ടിലെടുത്ത കെയ്ൻ വില്യംസനെയാണ്. കെയ്ൻ വില്യംസനെ 10 ഫ്രാഞ്ചൈസികളും തിരിഞ്ഞു നോക്കിയില്ല. അതിനുശേഷം വന്ന ഗ്ലെൻ ഫിലിപ്സ് ആയിക്കോട്ടെ, അതിനുശേഷം വന്ന അജിങ്ക്യ രഹാനെ, മയങ്ക് അഗർവാൾ, പൃഥ്വി ഷാ, ഇവരൊക്കെ അൺസോൾഡായി പോകുന്ന ഒരു കാഴ്ചയാണ് രണ്ടാം ദിനത്തിലെ തുടക്കം തന്നെ കാണേണ്ടി വന്നത്. ഇവരൊക്കെ തന്നെയായിരുന്നു രണ്ടാം ദിനത്തിൽ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട താരങ്ങൾ. പക്ഷേ ഇവരെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ഫ്രാഞ്ചൈസികളും തിരഞ്ഞെടുക്കാതെ ഇവരെല്ലാം അൺസോൾഡായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഡേവിഡ് വാർണർ, ജോണി ബാസ്റ്റോ, ദേവദത്ത് പടിക്കൽ തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെ അൺസോൾഡായി പോയിരുന്നു. രണ്ടാം ദിനത്തിൽ തുടക്കം തന്നെ പ്രധാനപ്പെട്ട മാർക്കി പ്ലേയേഴ്സ്, രണ്ടാം ദിനത്തിലെ മാർക്കി പ്ലേയേഴ്സ്, ഇവരെല്ലാവരും തന്നെ അൺസോൾഡായി മാറുന്ന ഒരു കാഴ്ചയിലാണ് രണ്ടാം ദിനത്തിലെ താരലേലം തുടങ്ങുന്നത്. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിലെ പ്രധാന താരമായ ഫാഫ് ഡു പ്ലസി ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി വിറ്റുപോയത് വെറും 2 കോടി രൂപയായ അദ്ദേഹത്തിന്റെ അടിസ്ഥാന വിലയിലാണ്. ഫാഫ് 10 കോടിയിലേക്കോ അല്ലെങ്കിൽ ഏകദേശം 8 മുതൽ 10 കോടിയിലേക്ക് വരെ കാര്യങ്ങൾ മാറുമെന്ന് ചിന്തിച്ചെടുത്തതാണ് വെറും അടിസ്ഥാന വിലയായ 2 കോടി രൂപയ്ക്ക് ഫാഫ് ഡു പ്ലസീസിനെ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പേസ് ബോളറായ ഭുവനേശ്വർ കുമാറാണ് ഇതുവരെയുള്ള നിലയിൽ 10.75 കോടിയിലേക്ക് RCBയിലേക്ക്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലെ കോട്ടയിലേക്ക് ഭുവനേശ്വർ കുമാർ മാറുന്നത്. അതാണ് നിലവിൽ ഇതുവരെയുള്ള സമയത്തിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം 4.50 വരെയുള്ള സമയത്ത് വരെ ഭുവനേശ്വർ കുമാറാണ് ലീഡ് ചെയ്യുന്നത്. രണ്ടാം ദിനത്തിൽ 10.75 കോടിയിലാണ് അദ്ദേഹത്തിന് വിലയുള്ളത്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാർദുൽ താക്കൂറും ഒരു ടീമും വാങ്ങാതെ പോയി. ഷാർദുൽ താക്കൂർ ചെന്നൈ സൂപ്പർ കിങ്സിലെ തന്നെ പ്രധാനപ്പെട്ട ബോളറായിരുന്നു. പക്ഷേ ഷാർദുലിനെ വാങ്ങാനും ഒരു ഫ്രാഞ്ചൈസികളും എത്തിയില്ല. മറ്റൊരു പേസ് ബോളറായ തുഷാർ ദേശ്പാണ്ഡെയ്ക്ക് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സ് രംഗത്തെത്തിയിരുന്നെങ്കിൽ പോലും 6.80 കോടിയിലേക്ക് രാജസ്ഥാൻ റോയൽസ് തുഷാർ ദേശ്പാണ്ഡെയെ സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ ചെന്നൈക്ക് തുഷാർ ദേശ്പാണ്ഡെയെ നഷ്ടപ്പെടുന്നു, ഷാർദുൽ താക്കൂറിനെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് 3.20 കോടിയിലേക്ക് മാറുന്നു. സാം കറൺ തിരികെ CSKയിലേക്ക് വരികയാണ്. സാം കറൺ CSKയിൽ നിന്ന് പഞ്ചാബിലേക്ക് പോകുന്നു, പഞ്ചാബിൽ നിന്ന് തിരിച്ച് CSKയിലേക്ക് വരുന്നു. CSKയിൽ 2.40 കോടിയിലേക്കാണ് സാം കറനെ CSK സ്വന്തമാക്കിയിരിക്കുന്നത്. മാർക്കോ യാൻസൺ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം. പഞ്ചാബ് തുടക്കം മുതൽ തന്നെ മാർക്കോ യാൻസന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയായിരുന്നു. പക്ഷേ മാർക്കോ യാൻസനെ 7 കോടി രൂപയ്ക്ക് പഞ്ചാബ് സ്വന്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിൽ സഞ്ജു സാംസണിനെ 2 തവണ അടുപ്പിച്ച് ഔട്ടാക്കിയ ബോളറും കൂടിയാണ് മാർക്കോ യാൻസൺ. മാത്രമല്ല അദ്ദേഹം ഒരു സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ കൂടിയാണ്. നിർണായകമായ 47 റൺസ് മൂന്നാം T20യിൽ മാർക്കോ യാൻസൺ സ്കോർ ചെയ്ത് സൗത്ത് ആഫ്രിക്ക ഒരു ഭേദപ്പെട്ട നിലയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു. അങ്ങനെ മാർക്കോ യാൻസനെ 7 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കുകയായിരുന്നു. കൃണാൽ പാണ്ഡ്യ തിരിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് വരികയാണ്. തിരികെയല്ല, ആദ്യമായിട്ടാണ് കൃണാൽ പാണ്ഡ്യ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. 5.75 കോടി രൂപയ്ക്ക് കൃണാൽ പാണ്ഡ്യയെ ബാംഗ്ലൂർ സ്വന്തമാക്കുകയാണ്. കോഹ്ലിയും കൃണാൽ പാണ്ഡ്യയും ഒരു ടീമിൽ ഇനി കാണാം. നിതീഷ് റാണ, പ്രധാനമായും കൊൽക്കത്തയുടെ പ്രധാനപ്പെട്ട താരം നിതീഷ് റാണ കൊൽക്കത്തയിൽ നിന്ന് കൂടുമാറുന്നു. രാജസ്ഥാൻ റോയൽസിലേക്ക് 4.2 കോടി രൂപയ്ക്ക് നിതീഷ് റാണയെ സ്വന്തമാക്കുന്നു. തുടക്കത്തിൽ നിതീഷ് റാണയ്ക്ക് വേണ്ടി ആരും ബിഡ് ചെയ്യാനില്ലായിരുന്നു. പിന്നീടാണ് നിതീഷ് റാണയെ 4.2 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ സ്വന്തമാക്കുന്നത്. റയൻ റിക്കിൾട്ടൺ, സൗത്ത് ആഫ്രിക്കൻ പ്രധാനപ്പെട്ട ഓപ്പണറാണ്. റയൻ റിക്കിൾട്ടനെയും സ്വന്തമാക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ് 1 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുന്നു. ജോഷ് ഇംഗ്ലിസ് എന്ന ഓസ്ട്രേലിയൻ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനെ 2.60 കോടിയിലേക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കുകയും ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബൗളേഴ്സിന്റെ ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കുന്നത് ജെറാൾ കോയറ്റ്സിനെയാണ്. 2.40 കോടിയിലേക്ക് ജെറാൾ കോയറ്റ്സിനെ സ്വന്തമാക്കുന്നു. മുകേഷ് കുമാർ ഡൽഹിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഡൽഹിയിലെ വിശ്വസ്തനായ ബോളറായിരുന്നു മുകേഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഡൽഹി മുകേഷിനെ കൈവിടുന്നില്ല. മുകേഷ് കുമാറിന് ഒപ്പം കൂട്ടുകയാണ്. 8 കോടി രൂപയ്ക്ക് മുകേഷ് കുമാറിനെ ഡൽഹി ക്യാപിറ്റൽസ് വീണ്ടും നേടുകയാണ്. ദീപക് ചഹർ, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ബോളർ ദീപക് ചഹറും കൂടുമാറുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇനി ദീപക് ചഹർ ഇല്ല. ദീപക് പോകുന്നത് മുംബൈ ഇന്ത്യൻസിലേക്കാണ്. 9.25 കോടിയിലേക്ക് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുന്നു. അങ്ങനെ ഷാർദുൽ താക്കൂർ മാറുന്നു, തുഷാർ ദേശ്പാണ്ഡെ മാറുന്നു, ദീപക് ചഹർ മാറുന്നു. മൊത്തത്തിൽ ചെന്നൈയുടെ ബൗളിംഗ് നിര ഒട്ടാകെ പൊളിച്ചെഴുതുന്ന ഒരു കാഴ്ചയാണ് വരുന്നത്. മുംബൈ ഇന്ത്യൻസ് 9.25 കോടിയിലേക്ക് ദീപക് ചഹറിനെ സ്വന്തമാക്കുകയാണ്. ആകാശ് ദീപാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം. ആകാശ് ദീപിന് വേണ്ടി വാശിയേറിയ ലേലം വിളിയാണ് നടന്നത്. 8 കോടി രൂപയിലേക്ക് LSG ലക്നൗ സൂപ്പർ ജയൻസ് ആകാശ് ദീപിനെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. നിലവിലത്തെ നിലപ്രകാരം ഇങ്ങനെയാണ്
ഇങ്ങനെയാണ്, ഇന്നത്തെ ദിവസത്തിൽ പ്രധാനപ്പെട്ട ബിഡ്സ് പോയത് ഇങ്ങനെയാണ്. പക്ഷേ ഏവരും ഞെട്ടിയത് അന്താരാഷ്ട്ര ഓവർസീസ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് ഒക്കെ തന്നെ അൺസോൾഡ് ആയി മാറുന്ന ഒരു കാഴ്ച. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതും നോക്കേണ്ടതുണ്ട്. കാരണം ഇവരൊക്കെ ടോപ്പ് ബൈസിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരായിരുന്നു. ഇപ്പോൾ ഗ്ലെൻ ഫിലിപ്സ് ആയിക്കോട്ടെ, കെയ്ൻ വില്യംസൺ ആയിക്കോട്ടെ, ഡേവിഡ് വോണ്ടർ ആയിക്കോട്ടെ, ജോണി ബെയർസ്റ്റോ ആയിക്കോട്ടെ. പക്ഷേ ഇവരൊന്നും തന്നെ ഈ ഓപ്ഷനിൽ ഒരു ഫ്രാഞ്ചൈസികളുടെയും പ്രീതി പിടിച്ചു പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ സാഹചര്യം. എന്തായാലും രണ്ടാം ദിനത്തിലെ ലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാനുള്ളത് അൺക്യാപ്ഡ് പ്ലേയേഴ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെയാണ്. പക്ഷേ അവസാനമാകുമ്പോഴേക്കും അൺസോൾഡ് പ്ലേയേഴ്സിനെ ഒന്നുകൂടെ വിളിക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ ഇതുവരെ പോയ അൺസോൾഡ് പ്ലേയേഴ്സിലെ ഇനി ആരൊക്കെയായിരിക്കും സ്വീകരിക്കുക എന്നതും നോക്കിക്കാണേണ്ടതുണ്ട്.